ന്യൂസിലാൻഡുമായിട്ടുള്ള മൂന്നാം T20 മത്സരത്തിലും വൻ ഫ്ലോപ്പായതോടുകൂടിയിട്ട് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ അന്താരാഷ്ട്ര കരിയർ വൻ അവതാളത്തിലായിരിക്കുന്നു കേട്ടോ. T20 ലോകകപ്പ് തൊട്ടരികിൽ നിൽക്കെയാണ് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായ ഓപ്പണറുമായ സഞ്ജു സാംസൺ വൻ ദുരന്തമായി മാറിയത്. ഏറെ നിർണായകമായ മൂന്നാം T20 മത്സരത്തിൽ സഞ്ജു ഗോൾഡൻ ഡക്കായിട്ടാണ് ഗ്രീസ് വിട്ടത്. ആദ്യ 2 മത്സരങ്ങളിലും വൺ ഫ്ലോപ്പ് ആയതിന്റെ ക്ഷീണം തീർക്കാൻ അദ്ദേഹം ഈ മത്സരത്തിൽ മികച്ചൊരു ഇന്നിങ്സ് ആവശ്യമായിരുന്നു കേട്ടോ. ആ ഒരു അവസരവും കളഞ്ഞു കുളിച്ചതോടുകൂടിയിട്ട് ഇനി അന്താരാഷ്ട്ര കരിയർ എന്തായിരിക്കുമെന്നൊരു ചോദ്യചിഹ്നമാണ് കേട്ടോ. T20 ടീമിൽ സഞ്ജു സാംസണ് തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കാനും അതേപോലെ തന്നെ ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമാകാനും പ്രധാന കാരണം കോച്ച് ഗൗതം ഗംഭീറാണ് കേട്ടോ. സഞ്ജുവിന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് കേട്ടോ ഗൗതം ഗംഭീർ ടീമിലെടുത്തതും അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്ഥാനം കൊടുത്തതും. പക്ഷെ ഗംഭീറിന്റെ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന പ്രകടനമാണ് സഞ്ജു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗുവാഹത്തിയിൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഗോൾഡൻ ഡക്കായതോടു കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ആ ഒരു വന്ന ഭാവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം എത്രത്തോളം രോഷാകുലനായിട്ടാണ് ആ ഒരു പവലിയനിൽ ഇരുന്നത് എന്നുള്ളത്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ പോലും ഒഴിവാക്കിയിട്ടാണ് കേട്ടോ T20 സ്ക്വാഡിൽ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസനെ ഗംഭീർ കൊണ്ടുവന്നത്. പക്ഷേ കോച്ചിന്റെ ഈ പ്രതീക്ഷകളോട് നീതി പുലർത്താനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന ഘടകം. ഇത് മാത്രമല്ല ഇന്ത്യ ഫേസ് ചെയ്യുന്ന വിഷയം. ഒന്നാമത് തിലക് വർമ്മ ടീമിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് കീപ്പറായിട്ട് വന്ന ഇഷാൻ കിഷാനെ കയറ്റുമോ അതോ പെർമനന്റ് കീപ്പറായിട്ടുള്ള സഞ്ജു സാംസനെ കയറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇഷാൻ കിഷാനെ കയറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അദ്ദേഹം 3 കളിയും അത്യാവശ്യം നന്നായിട്ട് മുതലാക്കിയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി സഞ്ജുവിനെ നിലനിർത്തിക്കൊണ്ട് ഇഷാൻ കിഷാൻ കയറ്റുക എന്ന് പറഞ്ഞത് നടപടിയാവുന്ന കാര്യവുമല്ല. ഇനി സഞ്ജു 2 കളി നല്ല രീതിയിൽ കളിച്ചാൽ തന്നെ അങ്ങനെ ഒരു ചാൻസ് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി തിലക് വർമ്മ വന്നാൽ തന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം 3 ഓപ്ഷനാണ് നിലവിൽ നിൽക്കുന്നത്. അത് ഏത് ചൂസ് ചെയ്യും എന്നുള്ളത് എന്തായാലും കണ്ടറിയാം. അതിൽ ഒന്നാമത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ളതുപോലെ തന്നെ സഞ്ജുവിനെയും ഇഷാൻ കിഷാനെയും തുടർന്നും കളിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇഷാൻ കിഷാനെ കയറ്റിയിട്ട് സഞ്ജുവിനെയും തിലക് വർമ്മനെയും കളിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ സഞ്ജുവിനെ കയറ്റിയിട്ട് ഇഷാൻ കിഷാനെയും തിലക് വർമ്മനെയും കളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏത് ഇന്ത്യ ചൂസ് ചെയ്യും എന്നുള്ളത് നിലവിൽ കണ്ടറിയാം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പ് വരാനിരിക്കെ തന്നെ ഇന്ത്യ ചൂസ് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നത്തേക്കാളും ഒരു ബെറ്റർ ടീം ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാമെന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ.